അമ്മേ ഹാപ്പി വിഷു. നിമിഷ ഹലോ. എല്ലാരും സാരി കൊടുത്ത് നല്ല സുന്ദരി കുട്ടികളായിട്ടുണ്ട് കേട്ടോ. വിഷുവിന് എന്നാ പരിപാടി? വിഷുവിന് ഒരു പായസം ഉണ്ടാക്കാന്ന് ഓർത്ത്, ഒരു പാലട ഉണ്ടാക്കാന്ന് ഓർത്തിരിക്കുക. പാലട ഞങ്ങളുടെ ഫേവറേറ്റ് പായസം അമ്മ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതാണ്ടോ ഞങ്ങളുടെ കുഞ്ഞികൃഷ്ണൻ. അതെ അതെ, അവൻ ഉറക്കം വന്ന് മൂത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോ കുറച്ച് ഫോട്ടോ സെഷൻ ഒക്കെ ആയിരുന്നു. ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റിയൂട്ടം അടുത്ത് കേട്ടോ. റിയൂട്ടിന് ഉറക്കം വന്നു തുടങ്ങി. എല്ലാവരും ഒന്ന് വിഷു ആഘോഷിക്കുകയായിരിക്കും. എങ്ങനെ ആഘോഷിച്ചേ എന്നൊക്കെ ഞങ്ങളോട് പറയണം. ഞങ്ങളാണെങ്കിലും 2 ദിവസം വീഡിയോയിലൊക്കെ വരാൻ താമസിച്ചു. ഞങ്ങൾക്ക് ഇച്ചിരി പരിപാടി തിരക്കുകളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അമ്മ സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ. എന്തൊക്കെയാ വീട്ടിലുള്ളത്? ഇതിനകത്ത് ഇതെല്ലാം തന്നെ നമ്മുടെ വിളവുകളാണ് കേട്ടോ. നമ്മുടെ വഴുതനങ്ങയുണ്ട്, നമ്മുടെ പയറുണ്ട്, നമ്മുടെ വെണ്ടയ്ക്കയുണ്ട്, പിന്നെ ഒരു കണ്ണാടിയുണ്ട്, പിന്നെ നമ്മുടെ ഇത് നമ്മുടെ വെള്ളരിക്ക കേട്ടോ. ഇത് നമ്മുടെ കണിക്കൊന്നപ്പൂ. അത് മാത്രം പ്ലാസ്റ്റിക് ആണ്. അതെ, പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂവാ. പിന്നെ നമ്മുടെ പഴം ഉണ്ട് കേട്ടോ. അത് നമ്മുടെ എല്ലാട്ടോ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വെറുതെ പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി, കണി എന്നാന്ന് പറഞ്ഞ പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിലാകണ്ടേ വേണ്ടി ഞങ്ങൾ വെറുതെ ഒന്ന് കണി ഉണ്ടാക്കിയതാ കേട്ടോ. സുന്ദരിക്കുട്ടി മുല്ലപ്പൂക്കെ ചൂടി നല്ല സുന്ദരിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു പറയാമോ? നമുക്ക് ഒരു പാലട ഉണ്ടാക്കണമെന്ന് ഓർത്തായിട്ടോ ഇരിക്കണേ. പാലട ഉണ്ടാക്കാൻ ഞാൻ അട നേരത്തെ വേവിച്ച് വെച്ചു. അത് നമ്മൾ 1 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളത്തിനകത്തിട്ട് 1 മണിക്കൂർ മൂടി വെച്ചാൽ മതി കേട്ടോ. ഇതേ മൂടി വെച്ച് ഞാൻ വെള്ളമൊക്കെ ഊറ്റി ഇതേ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പച്ചവെള്ളം കൂടെ ഒഴിച്ചു വിട്ടാൽ അതിൻ്റെ പശയൊക്കെ അങ്ങ് പോകും. നമുക്ക് ആദ്യം പഞ്ചസാര നമുക്ക് കരാമലാക്കാൻ നോക്കാവേ. അമ്മ കഴിഞ്ഞ ഉണ്ടാക്കിയിട്ട് എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ? അടുത്തൊരു ദിവസം അതെ അതെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. പാലട ഉണ്ടാക്കിയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാന്താരി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ഇതാ സ്പൂൺ എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. മിന്നയുടെ മെയിൻ പരിപാടിയാണ്. ഇവിടുന്ന് സ്പൂൺ എടുത്തോണ്ട് പോവുക, എവിടെയെങ്കിലും കൊണ്ടേ കൊട്ടുക. പഞ്ചസാര കാരാമലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എത്ര സ്പൂൺ അമ്മ? 2 സ്പൂൺ. ഇത് 2 3 ടേബിൾ സ്പൂൺ അല്ലേ? അത് നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഒത്തിരി ഒന്നും ഒഴിക്കണ്ട കേട്ടോ. നമുക്ക് ഇത് കരാമലാക്കാനുള്ള ഇതിവിടെ ഇരുന്ന് ഉരുകി വരണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, പെട്ടെന്ന് ഉരുകാനല്ലേ? 1 സ്പൂൺ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങണേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് കളർ വരണേ. നന്നായിട്ട് ഒരു ബ്രൗൺ നിറമാവണം. ഇതാ കളർ മാറി തുടങ്ങുന്നുണ്ടേ. കുറച്ചുകൂടെ കളർ വരണം കേട്ടോ. നല്ല ബ്രൗൺ ആയി തുടങ്ങുന്നല്ലേ? അതെ അതെ അതെ, കേട്ടോ നല്ല നിറമായി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണേൽ തീ ജസ്റ്റ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇത്ര നിറമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പാലട ഉണ്ടാക്കുന്നതിന് നമുക്ക് പാൽ കുറച്ച് പറ്റി വരണേ. ഇത് 3 ലിറ്ററിന്റെ പാലുണ്ടല്ലോ ഇതിനകത്ത് മൊത്തം. അതെ, ഒരു 1/2 ലിറ്റർ അടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ കത്തിച്ച് കൊടുത്തേച്ച് പാല് നന്നായിട്ട് ചൂടായിട്ട് പാല് കുറേശ്ശെ പറ്റി വരണം കേട്ടോ. നമുക്ക് പാല് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം ആയതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചേ. ഓക്കെ. എന്നിട്ട് നമ്മൾ പാൽ ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അതല്ലേ, ആ കരാമലും പാലും കൂടെ ഒന്ന് അത് പാലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് അലുത്ത് അതിൻ്റെ നിറമൊക്കെ ഇതിനകത്തോട്ട് വന്നോളൂ കേട്ടോ. നമുക്ക് ആ നേരത്ത് നമുക്ക് ഇപ്പറേ ഈ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ. നിമിഷ റിയൂട്ടിന് ഉറക്കാൻ പോയതാണ് കേട്ടോ. എല്ലാവരും ഉറക്കം വന്ന് മൂത്തിരിക്കുക കേട്ടോ. ചാച്ചൻ അവിടെ ഉണ്ട് കേട്ടോ. ചാച്ചൻ ഇപ്പോൾ വരും. ചാച്ചൻ അവിടെ എനിക്ക് TV എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാച്ചൻ റെഡിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടല്ലോ അമ്മേ. അതെ അതെ അതെ, ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തേ. റിയൂട്ടിനെ ഉറക്കിയിട്ട് നിമിഷം വന്നിട്ടുണ്ടല്ലോ. ആണല്ലേ? നിമിഷം നല്ല ഇതായിട്ടുണ്ടല്ലോ. സാരി എടുത്തപ്പോഴത്തേക്കും വേറെ ആളായി പോയല്ലേ? ആള് മാറിപ്പോയല്ലേ? നിമിഷം ആളങ്ങ് മാറിപ്പോയി കേട്ടോ. നല്ല ഒരു നിവൃത്തിയുണ്ട്. ഞാൻ സാരി ഉടുക്കുന്നത് സെറ്റും സാരി ഒന്നും ഉടുക്കൂല കേട്ടോ. കഴിയുന്നു ഞാൻ ചുരിദാർ എടുത്ത് അമ്മ അപൂർവമായിട്ട് സാരി അങ്ങനെ ഉടുക്കാണ്ടിരുന്ന് ഇതായി പോയതാ കേട്ടോ. നേരത്തേക്ക് നന്നായിട്ട് ഉടുക്കുമായിരുന്നു. നല്ല സൗകര്യം. എടുക്കുക, ഇടുക, ഓടുക. അമ്മയുടെ ധൃതിപ്പണിക്കൊക്കെ ചുരിദാറാ നല്ലത്. സാരി എടുത്തോണ്ടുള്ള പരിപാടികളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോ സാരിയൊക്കെ എന്ത് സ്പീഡിൽ അന്നൊക്കെ എപ്പോഴും ഫ്രണ്ടിൽ പോയി നോക്കി ചെയ്തിട്ടുണ്ടെന്നല്ലാതെ പഠിച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് ഇച്ചിരി കാഷ്യൂനകത്ത് വറുത്തെടുക്കാം കേട്ടോ. നെയ്ക്കകത്ത് നെയ്യ് ചൂടായി കേട്ടോ. അമ്മേൻ്റെ അടുത്ത് ക്യാഷ് ഇട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കുക്കിംഗ് വീഡിയോയിൽ ചെയ്യുമ്പോൾ കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം.
അളവൊക്കെ കൃത്യം പറയണം, അളവൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം അങ്ങനെ ശ്രമിക്കുന്നുണ്ട് അല്ലമ്മ. ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ സംസാരിച്ചും ഒക്കെ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ കൃത്യ അളവൊന്നും പറഞ്ഞു തരാൻ എനിക്കും അത്ര കൃത്യമൊന്നും അറിയത്തില്ല കേട്ടോ. എല്ലാം ഒരു കൈയളവാണ്. പിന്നെ കുക്കിംഗ് ഏകദേശം അറിയാവുന്നവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ഈ സ്പൂണിലും കപ്പിലൊക്കെ ഇട്ട് ശീലിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് അതിനേക്കാളും എന്റെ അളവ് കൃത്യമാവുന്ന ഞാൻ അല്ലാതെ എന്റെ ഒരു മനക്കണക്ക്. അതെ അതെ അതെ. പക്ഷെ അമ്മ പറഞ്ഞു തരുന്നുണ്ട് അത്യാവശ്യം. അതെ, എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. മലയാളി മങ്ക നിമിഷ സാരി എടുത്തപ്പോഴത്തേക്കും സീരിയലൊക്കെ കാണുന്ന അല്ല സീരിയലൊക്കെ കാണുന്ന പോലെ ഉണ്ട്. അതെ 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 അതെ. ഇവിടെ ഞാൻ അടുത്തൂടെയൊക്കെ ഒന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ തന്നെ ചെയ്തു. സുന്ദരിട്ടുണ്ട്. കൊള്ളാം. ഞാൻ ഇനി മുന്തിരിങ്ങോട് വറുത്തെടുക്കാം കേട്ടോ. ഇതേ ഞാൻ മുന്തിരിങ്ങ വറുത്ത് പോയി. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ അടയില്ലേ, അട ജസ്റ്റ് വന്നിട്ട് വറുത്ത് കൊടുക്കാം കേട്ടോ. പാലിന്റെ ഇടയ്ക്ക് നമ്മൾ ഇളക്കാൻ മറക്കരുത് കേട്ടോ അല്ലേ? നമ്മുടെ പാലവിടെ ഇരിപ്പുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കുറേ നേരം വെക്കണം കേട്ടോ. ഒരു 1/2 മണിക്കൂറേലും വെച്ച് നമ്മൾ പറ്റിച്ചെടുക്കണം കേട്ടോ. എന്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ പാലട. നിങ്ങളൊക്കെ ഏത് പായസം ഇഷ്ടം കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ ഫേവറേറ്റ് ആണ് പാലട. ചിലർക്ക് ബ്രൗൺ പായസം ഭയങ്കര ഇഷ്ടം. അടപ്രഥമൻ അല്ല അത് വേറെ അല്ലേ പാലട? അടപ്രഥമനുണ്ട്, പാലടയുണ്ട്. പിന്നെ ഈ അട തന്നെ നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പാല് പറ്റി, പാല് നല്ല കളറൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇനി നമ്മുടെ ഈ വെച്ചേക്കണം നമ്മുടെ അടയില്ലേ, വെയിൽ മൂപ്പിച്ച് വെച്ചേക്കണ അട നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പാല് ഇത്ര പറ്റിയാൽ മതി. പാല് നമുക്ക് ഈ അട കിടന്ന് കുറച്ചും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പറ്റൂടാ. അടയെല്ലാം കിടന്ന് നന്നായിട്ടൊന്ന് ഇതിനകത്ത് നല്ല കളർ വരാൻ വേണ്ടി ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. കളറും വരും, നല്ല ടേസ്റ്റും വരും. ഇത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ നേരത്തെ വെള്ളം കൊടുത്ത് ഒഴിച്ച് കുക്കറിനകത്തിട്ട് 2 വിസിലടിപ്പിച്ച് നന്നായിട്ട് വേവിക്കണം. 2 വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ആക്കിയിട്ട് അതിനെ വെള്ളത്തിൽ കിടന്നങ്ങ് വെന്തോളും. എന്നിട്ട് നമ്മൾ തുറക്കാതെ ഓപ്പൺ ചെയ്യാതെ അന്നേരം ഇതുകൊണ്ടോ ഈ കളറിൽ ഇത് കിട്ടും. നല്ല മിഠായി പോലെ, കോഫി പോലെ അല്ലേ? അതെ അതെ, നല്ല കരാമൽ മിഠായി പോലെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ചൂട് പാലിനകത്തിട്ട് കലപ്പോ, ഞാൻ നമുക്ക് സമയം കുറവായാലും ഞാനിത് ഇച്ചിരി മിക്സിക്കകത്തിട്ട് ഞാനത് അടിച്ചെടുത്തു. കുറച്ച് പാലോട് ഒഴിച്ച് നമുക്ക് അതുകൂടെ ഇത് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലും വരും കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി അല്ലേ? ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അല്ല, 1 പാക്കറ്റ് വേണ്ടി വരും. എന്നാലും നമുക്ക് മധുരമൊക്കെ കറക്റ്റ് ആവുള്ളൂ. വേറെ എക്സ്ട്രാ മധുരം പക്ഷെ ആഡ് ചെയ്യാൻ വേണ്ട അല്ലേ? മധുരം പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ നോക്കണം, നമുക്ക് ഇതുകൊണ്ട് മധുരം ആയോ നോക്കണം. മധുരം ആയെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണ്ട. ഇച്ചിരി നമുക്കൊരു തിക്നെസ് ഒക്കെ വരും കേട്ടോ. ഇത് ഞാൻ ഇത്തിരി ചൗരി വേവിച്ച് വെച്ചാൽ കേട്ടോ. ചൗരി വേവിച്ച് നല്ല ചൗരി ഒരു 1 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ടേച്ച് നല്ല വെന്ത് കഴിയുമ്പോൾ നല്ല കുമള പോലെ ഇരിക്കണം, ഗ്ലാസ് പോലെ ഇരിക്കണം കേട്ടോ. ഞാൻ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് അട മാത്രമല്ല, ഇതും കൂടെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടും നമുക്ക്. കറക്റ്റ് ആയിട്ട് വേവിക്കണം അല്ലേ? ആവശ്യത്തിന് വേവിക്കാം. വേവിച്ച് സത്യത്തിൽ ഇങ്ങനെ ഇത് ഇതിനകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ കൊമ്പളായിട്ട് വരും കേട്ടോ. ഇത് നമ്മൾ ഊറ്റാതെ അങ്ങനെ വെള്ളത്തിൽ ഓഫ് ആക്കി വെച്ചിട്ട് കുറച്ച് നേരം ആയതുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ടിരിക്കണേ. ഇത് ബബിൾസ് ആയിട്ട് ഇതിനകത്ത് കിടന്നോളൂ. ഓ ശരി ശരിയാ. ഓ അതൊരു നല്ല ഇതല്ലേ? അതോടെ കഴിക്കുമ്പോൾ നമ്മൾ നമുക്കൊരു തെറ്റി അങ്ങ് പോകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നല്ല കളറായില്ലേടാ? നല്ല കളറൊക്കെ മാറിയില്ലേ? ഇതിന്റെ ചൗരി ഇങ്ങനെ ബോളായിട്ട് കിടക്കുന്നുണ്ടോ? ഇതല്ലേ അമ്മ പറഞ്ഞതല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ വെന്ത് പോയിട്ടില്ലായിരുന്നു കേട്ടോ അല്ലേ? അല്ല, അത് നമ്മള് വെന്ത് ആ വെള്ളത്തോടുകൂടി ഇരുന്നിട്ടാണ് അങ്ങനെ ഇരുന്നത്. ഇതിനകത്തോട്ട് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ബബിൾസ് ആയിട്ട് തന്നെ വിട്ടു വരും. പക്ഷെ കൊണ്ട് നമുക്ക് മധുരം നോപ്പിക്കാം കേട്ടോ. പതിവ് പോലെ ഞാൻ രുചി നോക്കാൻ വേണ്ടി മാത്രം വരുന്നു. നിന്റെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ടല്ലോ, വാൽക്കണ്ണാടി വേണ്ടല്ലോ അമ്മ. നിമിഷയുടെ ബ്ലൗസിൽ ഒരു കണ്ണാടി. സൂപ്പർ. കഴിഞ്ഞോ? റെഡിയാ? ചാച്ചാ ടേസ്റ്റ് നോക്കമ്മാ. അടിപൊളി കേട്ടോ. പ്രത്യേക ടേസ്റ്റ് ഇടും. ആ കണ്ടൻസ് മിൽക്കിന് ഒരു പ്രത്യേക ഭയങ്കര ടേസ്റ്റ് ഇടാം. നല്ല കളറും വരും, നല്ല ടേസ്റ്റും വരും കേട്ടോ. നിങ്ങൾ ഒരുപാട് നേരം വെക്കരുത്. നിങ്ങൾ 2 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഓഫാക്കി ഇടണം. അപ്പോൾ ആ വെള്ളത്തിൽ കഴിഞ്ഞ് കിടന്നങ്ങ് വെന്തോളും. പിന്നെ തുറക്കാറുമ്പോൾ തുറന്ന് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കാണാമല്ലോ ആ കളർ കണ്ടോ. അത് ഞാൻ ഉണ്ടാക്കിയ കളർ നിങ്ങൾ കണ്ടോ? ഇതേ മധുരമൊക്കെ മതി. ചാച്ചന് ചൂടുന്നൊരു പ്രശ്നമല്ല കേട്ടോ. അടിപൊളി. ഞങ്ങളുടെ പാലട സൂപ്പർ അല്ലേ? വേറൊരു പ്രത്യേകത വിഷുവിന് തന്നെ വേറൊരു പ്രത്യേകത. വിഷു എന്ന് പറഞ്ഞാല് വിളവെടുപ്പുകളുടെ ഉത്സവം. അതെ. അപ്പൊ ഓണം അപ്പൊ നമ്മുടെ കണിയൊക്കെ ശരിയാ കേട്ടോ. നമ്മളെല്ലാം നമ്മൾ വിളവെടുത്ത സാധനം തന്നെ വെച്ചോളൂ. പഴമൊഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടായ സാധനങ്ങളായി. വിളവെടുപ്പിന്റെ ഉത്സവമാണ് വിഷു, നമ്മുടെ മലയാള മാസം. ഫെസ്റ്റിവൽ ഓഫ് ഹാർവെസ്റ്റ്. അതെ അല്ലേ? ഓണം എന്ന് പറയുന്നത് അപ്പം
ഓണം എന്ന് പറഞ്ഞത് ഓണത്തിന് പറയാം. മഹാബലിയുടെ ഓർമ്മയാണോ എനിക്കറിയില്ല. അതും ഇതൊക്കെ തന്നെയാന്ന് തോന്നുന്നു. അത് വിക്കിപീഡിയ ഒന്ന് നോക്കട്ടെ. സമീപിച്ച് നോക്കണം എന്നിട്ട് പറയാം. അപ്പൊ ഇത് ചേട്ടൻ നോക്കി പറഞ്ഞതാണോ? അല്ലല്ല, ചാച്ചി ഇത് രാവിലെ രാവിലെ ഒന്ന് പറയായിരുന്നു കേട്ടോ. ഇനി ഇതേ നമ്മള് വറുത്ത് വെച്ചേക്കണ കപ്പലണ്ടി മുന്തിരി ഇതിനകത്ത് ചേർത്ത് ഇനി അറിയാത്തതായിട്ട് നീ മാത്രം ഉണ്ടാവുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും അറിയാം വിഷയം എന്താ. അതല്ല വെളുപ്പിടുന്നത് എനിക്കറിയാം. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഏലക്കായ അങ്ങനെ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതൊന്നും ചേർക്കാത്തതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ എന്നൊക്കെ അമ്മ ഇട്ടത്? ഇപ്പൊ കപ്പലണ്ടിയും മുന്തിരിയും വറുത്തില്ലേ, തേക്കകത്ത് വറുത്ത് വെച്ചിരുന്നേ, അതങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഏലക്കപ്പൊടി അങ്ങനെ അതൊന്നും ചേർക്കരുത്, ജീരകപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കരുത് കേട്ടോ. ഇതിനകത്തൊന്നും ചേർക്കാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാലിന്റെ രുചി, പാലിന്റെ യഥാർത്ഥ രുചി നമുക്ക് പാലും അടയും പിന്നെന്താ പറയാ അത് തന്നെ മെയിൻ ആയിട്ട് വന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ അത് രസമുണ്ട്. നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ അത് നല്ല നല്ല തൊണ്ണ കൂടെ അങ്ങ് പോകുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. ശരിയാ, നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പറാ കേട്ടോ. ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ. അതായിട്ടില്ല ശരിക്കും, ഒന്നാളെ നന്നായിട്ടൊന്ന് വറ്റി വരണം. കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കേട്ടോ അതിന് ഭയങ്കര ടേസ്റ്റ് ആവുന്നേ. ഇച്ചിരി കൂടെ തിക്കുമാവും. നല്ല രുചി, നല്ല ക്യാരമലിന്റെ ടേസ്റ്റ് അടിപൊളിയാണ്. നല്ല അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരമൊക്കെ എങ്ങനെയാടാ? കറക്റ്റാ. ഇനി ഒട്ടും ചേർക്കണ്ട? വേണ്ട, ഇനി ചേർക്കണ്ട. കൂടുതലും ഇല്ല, ഒട്ടും കുറവും ഇല്ല കേട്ടോ. നല്ല രുചിയുണ്ട്. ഇപ്പം എല്ലാവരുടെ അഭിപ്രായം കേട്ടു നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിത് ഓഫാക്കാൻ പോവാം കേട്ടോ. ഇത് ഓഫാക്കി കഴിഞ്ഞ് ഒരു നുള്ളു ഉപ്പ് ഇതിനകത്തിട്ട് കൊടുക്കണം. നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണ്ട. ഇത് ഓഫാക്കി കഴിഞ്ഞ് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതേ ഇതിട്ട് കൊടുക്കും കേട്ടോ. ചാച്ചനവിടെ ഭയങ്കര രഹസ്യം പറച്ചിലാട്ടോ. നിമിഷം അവിടെ നടക്കാൻ പോയപ്പോൾ ആരെയോ കണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട കാര്യം പറയാം. ചാച്ചനെ നിർത്തി സംസാരിക്കും. അതെയോ, അത് ശരി. വിഷുവിന് നല്ല നല്ല പാലട കുടിച്ചുകൂടി ഇരിക്കാം. സദ്യയും കൂടെ വേണമായിരുന്നു ശരിക്കും അല്ലേ? സദ്യയൊക്കെ വേണമായിരുന്നു. ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾക്ക് സാധാരണ ചോറും കറികളൊക്കെ ഉള്ളൂ, സദ്യ ഒന്നുമില്ല. ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് അത് ഇച്ചിരി ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നല്ല ടേസ്റ്റ് കേട്ടോ. ജസ്റ്റ് ഇച്ചിരി ഒന്ന് കുറുകും, എന്നാൽ ഇതിലും നല്ല രുചിയായിരിക്കും കേട്ടോ. ഒത്തിരി പായസം ഉണ്ടല്ലേ? ഒത്തിരി പായസം ഉണ്ട്, ഒരുപാട് പായസം ഉണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് കൊണ്ടേ കൊടുക്കണം കേട്ടോ അല്ലേ? ഇത്ര പായസം നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാവരും പായസം കുടിക്കട്ടെ, വിഷയൊക്കെ അല്ലേ. എനിക്ക് ശരിക്കും ഈ പായസം ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ ആവൂലേ, നാളെ ആകുമ്പോൾ കേട്ടോ കുറച്ചുകൂടെ ഇഷ്ടം. ആണോ? അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. അല്ല, ഏത് പായസം അങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഉമ്മ ഇരിക്കുമ്പോൾ എടുത്ത് കുടിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ചെറിയൊരു തണുപ്പോട് കൂടി. എനിക്ക് പക്ഷേ ചൂടോടെ കുടിക്കുന്ന പായസം ഇഷ്ടം. എനിക്ക് ചൂട് പായസം ഇഷ്ടം. പറഞ്ഞതിന്റെ അർത്ഥം തന്നെ എനിക്കിപ്പോ പായസം വേണം. എനിക്ക് പായസം വേണം തീർച്ചയായിട്ടും. ചാച്ചന് ചൂടോടെയാണോ തണുത്തിട്ടാണോ ഇഷ്ടം? ആണോ? പായസം ചൂടോടെ കഴിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ പായസത്തെ പറ്റി ഭയങ്കര ചർച്ചയായി കേട്ടോ. അടിയെ കലാശിക്കും. വിഷുത്തല്ലൊന്നും ഇല്ലല്ലോ, ചൂടോട് കൂടി പായസം കുടിക്കണം അല്ലേ? ഞങ്ങൾക്കാണ് അത് ഇച്ചിരൂടെ തണുത്ത് ഒന്ന് കുറുകി പറ്റുമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റേ ദിവസം കുടിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ കുടിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. ഇത് പറഞ്ഞ് ഞങ്ങളുടെ രണ്ട് കൂട്ടോടെ തല്ലായി. നമുക്ക് എനിക്കതാട്ടോ ഇഷ്ടം ശരിക്കും പറഞ്ഞു. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പായസം കുടിക്കണേ. അപ്പൊ നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് അപ്പം വയറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കും. പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ആ തണുപ്പോടെ നമ്മൾ ഡെസേർട്ടാണ് കഴിക്കും. വിഷയം ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് കേട്ടോ. പോട്ടെ, ഒരു കാര്യം ചെയ്യാം, നീ ചൂടോടെ കഴിക്കുക, ഞങ്ങൾ തണുത്തിട്ട് കഴിക്കാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. അതെ അതെ, റീവൂട്ടർ ഇറങ്ങിപ്പോയല്ലേ ചാച്ചൻ ഇപ്പം തിരിച്ചങ്ങോട്ട് പോയോ കേട്ടോ. നമുക്ക് നമ്മുടെ വിഷുവിന്റെ അന്ന് ഒരു കിടിലൻ പാട്ട് പാടണ്ട വിഷ, നല്ലൊരു വിഷുപ്പാട്ട് പാടി നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി ചിരിതൂകി കിലുകിലേന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജ പുലർക്കാലേ പാടി കുഴലൂതി കിലുചിലേന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. തകർത്തു. ആയി കണി കണ്ട പ്രതീതിയായി നിമിഷയുടെ പാട്ടും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെ. നമ്മുടെ ഈസ്റ്റർ വരുവാണ് കേട്ടോ. വിഷു കഴിയുന്നതോടുകൂടി
അടുത്ത ആഴ്ച നമ്മുടെ ഈസ്റ്റർ ആണ് കേട്ടോ അല്ലെ, ആഘോഷങ്ങളുടെ ഒരു പെരുമഴയാണല്ലോ അമ്മേ. ഏപ്രിൽ മാസം മൊത്തം അല്ലേ? ഈസ്റ്ററിനുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ ഞങ്ങൾ ഇനി നമുക്ക് അടുത്ത് അത് ഈസ്റ്റർ നോക്കിയിരിക്കാം. ഈസ്റ്റർ നോക്കിയിരിക്കാം. പെരുന്നാൾ കഴിഞ്ഞു, വിഷു ദേ ഇന്നാണ്. പിന്നെ ഓശാനയായിരുന്നു, നമ്മള് പള്ളിയിലൊക്കെ പോയി ഞങ്ങൾ ഓലയൊക്കെ മേടിച്ചു കേട്ടോ. ഞങ്ങൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി പള്ളിയിലൊക്കെ ഉണ്ടാക്കി കഴിച്ചില്ലമ്മേ, എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല അടിപൊളി കൊഴുക്കട്ടയായിരുന്നു അമ്മ, വെറൈറ്റി കൊഴുക്കട്ടയായിരുന്നു കേട്ടോ. അതിന്റെ റെസിപ്പി നമുക്ക് ഒന്ന് ദിവസം ഇടണം കേട്ടോ, ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല. നമ്മുടെ പള്ളിയിൽ 2 ദിവസമായിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് വീഡിയോയ്ക്ക് ആണെങ്കിലും താമസിച്ചു പോയത്. ഞങ്ങൾ ഒരു ദിവസം വേറെ ഒരു ദിവസം റെസിപ്പി ഒക്കെ ഇടാം കേട്ടോ, ഒരു ദിവസം ഇടാം. അല്ല ഇനിയിപ്പം അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഒക്കെ ഇടാം. ഞങ്ങൾ മാക്സിമം നോക്കാല്ലേ, നമുക്ക് ഡ്യൂട്ടി കാരണം ഒന്നും പറ്റുന്നില്ല. നിമിഷയുടെ ക്ലാസ് ഉണ്ട്, എല്ലാം കൂടി നിമിഷിക്കാനിടയ്ക്ക് പരീക്ഷയായിരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി കുറച്ച് ഡിലേ വന്നു കേട്ടോ. കണ്ടിന്യൂസ് ഒന്നും ഇടാൻ പറ്റാത്തത് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. നിമിഷ എന്താ പഠിക്കുന്നതെന്ന് കുറച്ചൊരു കമന്റിൽ ചോദിച്ചായിരുന്നു കേട്ടോ. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പെരിയോപ്പറേറ്റീവ് നഴ്സിംഗിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ പെരിയോപ്പറേറ്റീവ് നഴ്സിംഗ് അതാണ് പഠിക്കുന്നത്. ഇനിയിപ്പം ഒരു സെമസ്റ്റർ ഫസ്റ്റ് സെമസ്റ്റർ കഴിയാറായി അല്ലേ? ഫസ്റ്റ് സെമസ്റ്റർ കഴിയാറായി. ഫസ്റ്റ് സെമസ്റ്റർ പാസ്സായില്ലേ? പാസ്സായി, എക്സാം ഒക്കെ പാസ്സായി കേട്ടോ. കൺഗ്രാജുലേഷൻസ്. അപ്പൊ നല്ലൊരു വിഷയമാണ്. നിങ്ങൾ എല്ലാവരും TV ഒക്കെ കണ്ട് നമ്മൾ വലിയ ലെങ്ത് വീഡിയോ ആയിട്ട് വരുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് എല്ലാവരും തിരക്കിലാന്ന് ഞങ്ങൾക്ക് അറിയാം. തിരക്കിലാണ്. TV-ലൊക്കെ നല്ല നല്ല പരിപാടികളുണ്ട്, സിനിമകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പായസമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളിത് ഒരു കുഞ്ഞ് പായസ വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവർക്കും ഒരു വിഷു നേരാനായിട്ട്. ഈ വീഡിയോ ഞങ്ങൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണല്ലോ നിഷ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഇല്ലേ അമ്മ? തീർച്ചയായിട്ടും വരും കേട്ടോ, കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും